നമസ്കാരം. നമ്മുടെ ആദ്യത്തെ ഒരു വ്ളോഗാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് മൂന്നാർക്ക്. നമ്മൾ പഞ്ചാബിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ അപ്പോൾ പിന്നെ ആലോചിച്ച് എന്നാൽ പിന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്യാം, ചാനലിൽ അപ്ലോഡ് ചെയ്യാം, കണ്ടന്റ് ആവട്ടെ വിചാരിച്ചു. സോ എന്തായാലും ഞങ്ങൾ പറ്റുന്ന നല്ല നല്ല മൊമെന്റ്സ് അടിപൊളിയായിട്ട് കാണിക്കാൻ നോക്കാം. സോ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇത് പൈങ്ങോട്ടൂർ എൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. കുഞ്ഞിനും ചിന്തുവും വൈഫും ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓനച്ചനും ചന്തുവും ഓൺ ദ വേ വെയിറ്റിംഗ് ആണ്. അവരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ മൂന്നാർ റൂട്ട് പിടിക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ കയറുവാണെന്നുണ്ടെങ്കിൽ ഊന്നുകൽ, നേരിമംഗലം, അടിമാലി, മൂന്നാറാണ്. സോ അതിന് നേരിമംഗലം കഴിഞ്ഞിട്ട് ചീയപ്പാറയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. സോ അവരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ചീയപ്പാറയ്ക്ക് പിടിക്കാം. നമ്മളപ്പോൾ ചീയപ്പാറയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നത് ചവിട്ടാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അടിമാലി, മൂന്നാർ. നൈസായിട്ട് വണ്ടി പെട്രോൾ തീർന്ന് റോട്ടിൽ കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അവിടെ ഒരു പുല്ലൊക്കെ പറിച്ചു വെക്കുന്നുണ്ട്. എന്തോ തിരിച്ചു നോക്കി, എന്താണ് താങ്കൾക്ക് ഈ സിറ്റുവേഷൻ പറയാനുള്ളത്? നല്ല മികച്ചൊരിത്. അപ്പോൾ ഓൾ സെറ്റ്. താങ്ക് യു. നമുക്ക് ചെറിയൊരു പോസ്റ്റ് കിട്ടി. അടിമാലിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയപ്പോൾ പെട്രോൾ അടിക്കണം എന്ന് ഓർത്തു. പിന്നെ മൂന്നാർ എത്തൂലോ വിചാരിച്ചിങ്ങ് വന്നു. പക്ഷേ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഡീസൽ തീർന്നിട്ടുണ്ടായിരുന്നു. അത് വേണ്ടി ഇവിടെ നിന്ന് റോഡിൽ നിന്നൊരു ഓട്ടോ പിടിച്ചിട്ട് പോയി നമ്മൾ ഡീസലൊക്കെ മേടിച്ചിട്ടൊന്ന് ഫില്ലാക്കിയിട്ടുണ്ട്. എന്തായാലും ഫുൾ ഓൺ ഫുൾ പവർ ബാക്ക് ടു വാട്ടുപെട്ടി. നല്ല ചില്ല് വെതറായിരിക്കും വിചാരിച്ചിട്ടാണ് മൂന്നാർ പിടിച്ചത്. പക്ഷെ നല്ല പോലെ വെയിലുണ്ടായിരുന്നു മാട്ടുപ്പെട്ടി. സോ അധികം നേരം അവിടെ നിന്നില്ല. ജസ്റ്റ് താഴെ ഒക്കെ പോയിൻ്റൊക്കെ പോയി ക്യാരറ്റൊക്കെ കഴിച്ച് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടൗണിൽ പോയിട്ട് ഒരു ഹോട്ടലിൽ നിർത്താം. ആനനെ തിന്നാനുള്ള വിശപ്പുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് വി ഗെറ്റ്. മാട്ടുപ്പെട്ടുന്ന ഇതാ നേരെ വന്നൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. പുറത്തുനിന്ന് കാണാനൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അകത്ത് വന്നാലും കുറേ വിൻറ്റേജ് ഫോട്ടോസും കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് എന്താ കഴിക്കാനുള്ളത് നോക്കാം. നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഹോട്ടലാന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് ഉള്ള എന്താ നോക്കാം. ഞാൻ ഒരു കാര്യം പറയാം. സൗത്ത് ഇന്ത്യൻ പനീർ ബട്ടർ മസാല,
എന്തായാലും ഹോട്ടലിൽ അകം കാണാൻ നല്ലൊരു ആംബിയൻസ് ഉണ്ട്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുണ്ട്. അതുപോലെ തന്നെ കുറേ വിൻറ്റേജ് ഫോട്ടോസൊക്കെ മുകളിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ടേസ്റ്റ് നോക്കാൻ പോകണം. എന്താ മോമാറിങ്ങനെ ഒന്നും പറയണ്ട, 100 രൂപ കൊടുത്തൊരു താലി മേടിച്ച തൈര് ഉപ്പ് ഉണ്ടായിരുന്നോണ്ട് കഴിക്കാൻ പറ്റി അല്ലേ? തൈര് ഉപ്പ് അച്ചാറുള്ളതുകൊണ്ട് 100 രൂപയുടെ താലി കഴിച്ചു. എന്തൊക്കെയോ കൊണ്ട് ചുറ്റിനും വെച്ചിട്ടുണ്ടായിരുന്നു. സമാധാനമായി. ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് ബീവറേജ് കഴിഞ്ഞിട്ട് ബീവറേജ് ലെഫ്റ്റ് പോകുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ കിടന്ന ഹോട്ടലിൽ ഒരിക്കലും കയറാതിരിക്കുക. അത് അന്ന് കഴിഞ്ഞാൽ അവസ്ഥ ഇതാണ്. ഫുഡും കാര്യങ്ങൾ തന്നെയാണ് അവസ്ഥ. ശ്രീ മഹാവീർ ഹോട്ടൽ. ഫുഡിൻ്റെ അവസ്ഥയാണിത്. തൈരും ഉപ്പും അച്ചാറും ഉള്ളതുകൊണ്ട് കഴിച്ചിറക്കി. ഇതേ കറികളുടെ അതേപടി ഇരിക്കുക കൊണ്ടുപോയ സാധനങ്ങളല്ല. അത്രേ ഉള്ളൂ. അപ്പോൾ വരികയാണെങ്കിൽ ഇവിടെ മാക്സിമം പോലെ ഒരു പേപ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ മസാല ദോശ കഴിക്കുന്നത് പറയാം. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തരത്തുള്ളത്. ഇങ്ങോട്ട് വരുമ്പം ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കും. ഇവിടെ മലയാളികളാണെങ്കിൽ മൂന്നാർ വരുമ്പോൾ ഈ ഹോട്ടലിൽ കയറാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ വെറുതെ അതെ ഉപ്പും അച്ചാറും തൈരും കൂട്ടി ചോറ് കഴിക്കാനാണ് ഈ വീട്ടിൽ നിന്ന് പൊതിച്ചെടുത്തിട്ട് വന്നാൽ പറയുന്നത്. പുറത്തുനിന്നുള്ള ആംബിയൻസ് ഒക്കെ നോക്കുക. ഞങ്ങളുടെ പച്ച വണ്ടി പച്ച ബിൽഡിംഗ് കണ്ടപ്പോൾ ഒരു മാച്ച് ആയിക്കോട്ടെ എന്ന് നിർത്തി നിർത്തിയതാണ്. സംഭവം അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇതാണ്. സോ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും നല്ല വെയിലാണ് ഇവിടെ മൂന്നാർ. തണുപ്പൊക്കെ ഉണ്ട് പറഞ്ഞ് വന്നിട്ട് തണുപ്പൊന്നും ഇല്ല. എന്തായാലും ഇനിയിപ്പോൾ നല്ല ടയേർഡാണ് എല്ലാവരും. നമുക്ക് നേരെ ഹോം സ്റ്റേ പോയിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, പ്രകൃതി രമണീയമായ കുറച്ച് സ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ ഹോം സ്റ്റേ പിടിക്കാം. പൊട്ടങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ മൂന്നാറിൽ നമ്മൾ തിരിച്ച് അടിമാലി റൂട്ട് കുറച്ചിറങ്ങണം. കുഞ്ചിത്തണ്ണി ഇടുക്കി റൂട്ടിൽ കയറുന്ന സമയത്താണ് ഈ പൊട്ടങ്ങാട് ഹൈവേന്ന് കുറച്ച് അകത്തേക്ക് കയറിയിട്ട് കുറച്ച് ഉൾപ്രദേശമാണ്. സോ എന്തായാലും നമുക്ക് ഹോം സ്റ്റേ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളിത് ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വരുന്ന വഴിക്ക് റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പുഴ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഏലക്കത്തോട്ടത്തിൻ്റെ നടുക്കിൽ കൂടെ കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു സെറ്റപ്പിലേക്ക് എത്താമെന്നാണ് നമ്മുടെ ഓണർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് സ്ഥലം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ട് ഒരു കുളിയൊക്കെ വിളിച്ചിട്ട് വരാം. സോ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നട്ട്മെഗ് വാലി എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ്. ഒരു ഫാമിലി അണ്ടർഗ്രൗണ്ട് അല്ല താഴത്തെ ഫ്ലോറിലൊരു ഫാമിലി ഉണ്ട്. മേലെ 4 റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫുഡ് ഇവരുടെ തന്നെ കിട്ടുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. അടിമാലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15-20 കിലോമീറ്റർ മാക്സിമം വരുന്നുണ്ട് ഇങ്ങോട്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒരുപാട് അലമ്പില്ല എന്നുണ്ടെങ്കിൽ വന്ന് നിൽക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കാരണം ഫുഡ്, വൃത്തി, പ്രകൃതി രമണീയത, പുഴ, വെള്ളം, മല, കാട്, പച്ചപ്പ് ഇതെല്ലാം ഉള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. നമുക്ക് റൂം കാണാം. സോ ടോട്ടൽ നമ്മൾ 4 റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുവിധം നല്ലപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഒരു 3 പേർക്ക് സിമ്പിളായിട്ട് സ്റ്റേ ചെയ്യാം. അതിനാണെങ്കിൽ നമുക്ക് 2 പേർക്ക് താമസിക്കാം. വാഷ്റൂമും നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു റിസൾട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൽ 4 റൂമാണുള്ളത്. ജസ്റ്റ് അടുത്ത റൂമും കൂടി ഒന്ന് കാണിക്കാം. ബാൽക്കണി വീതി കാണിച്ചില്ല.
വേറൊരു അടിപൊളി സെറ്റപ്പ് എന്താ വെച്ചാൽ നമുക്കായിട്ട് ഇവിടെ ഒരു ഓൺ കിച്ചൺ ഉണ്ട്. ഓൺ കിച്ചൺ, ഓൺ ഡൈനിങ് റൂം ഉണ്ട്. മിനിമം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ചായ, കാപ്പി, ചൂടുവെള്ളം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. രാവിലെ പുട്ടും കടലയായിരുന്നു. സോ നല്ല നല്ല ഹോംലി ഫുഡ് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു കംഫർട്ടാണ്. ഫ്രിഡ്ജ് ഉണ്ട്, ബീർ മേടിച്ചാൽ തണുപ്പിച്ചടിക്കാം. അത് കാണിച്ചത് ആ ബോട്ടിൽ കാണിച്ചത് ബീർ മേടിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചില്ലായിട്ട് അടിക്കാം. ചായ, കാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അടിമാലിയിൽ സ്റ്റേ ചെയ്തിട്ട് മൂന്നാർക്ക് പിറ്റേ ദിവസം പോവാ, അല്ലെങ്കിൽ അടിമാലി ഒന്ന് ജസ്റ്റ് സ്റ്റാൻഡ് ചെയ്തിട്ട് പോവാന്നുള്ളവർക്ക് നല്ലൊരു അടിപൊളി സ്റ്റേ ആണ്. ഫാമിലി, ഫ്രണ്ട്സ് വരാൻ പറ്റിയൊരു വീടാണ്. ഒരു പോലീസുകാരുടെ വീടാണ്. സോ നമുക്ക് സേഫായിട്ട് താമസിക്കാം. പക്ഷേ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് അധികം ഒന്നും പറയുന്നില്ല. മദ്യപിക്കാൻ നമ്മളിതിൽ വീടടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മളുടേതായ ഫ്രീഡം നമുക്കുണ്ട്. മറ്റ് അവർക്ക് ഉപദ്രവം ആവാത്ത രീതിയിൽ എന്ത് വേണേൽ കാണിച്ചാലും ആ ഒരു ഫ്രീഡം ആൻഡ് കംഫർട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഈ ഒരു ഹോം സ്റ്റേയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. നിങ്ങൾ മൂന്നാർ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം അല്ല, ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. സോ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നൊക്കെ പറഞ്ഞ ഈ ഒരു വ്യൂ ആണ്. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന കുറേ പൂക്കളും കായ്ക്കളും ആയിട്ട് രാവിലെ എണീറ്റ് ഒന്ന് ചില്ലാവാനുള്ളൊരു മൂല്യം ഇവിടുന്ന് കിട്ടും. ചെറിയൊരു ഫോഗി ഉണ്ടായിരുന്നു രാവിലെ. ചെറിയൊരു ഫോഗും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്നാറിന്റെ ആ ഒരു ക്ലൈമറ്റിന്റെ ഒരു പെർസെന്റേജ് ഇങ്ങോട്ടുണ്ട്. താഴെ ഒരു പുഴയുണ്ട്. ഈ ഏലത്തിന്റെ ഒരു കാടുണ്ട്. ആ കാടിന്റെ നടുക്കിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു പുഴയുണ്ട്. നമ്മൾ ഇന്നലെ ഏലത്തോട്ടത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പുഴയുണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് പോയി കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും ഇറങ്ങുന്ന വഴിക്ക് ഏലത്തോട്ടം കാണിക്കും. നമ്മൾ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ എത്തിയതാണ് ഇവിടെ. ഇതാ ഇറങ്ങാൻ തുടങ്ങുകയാണ്. വണ്ടി താഴെ റെഡിയായി, എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. ഇവിടെ ഏതോ ഗുഹയുണ്ടെന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ സൈക്ലിംഗ് കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് പോയി നോക്കിയിട്ട് സോ ഇത് നമ്മളിപ്പോൾ കല്ലടന്തി പാർക്കിലാണുള്ളത്. പൊട്ടങ്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അടിമാലിയിൽ നിന്ന് മൂന്നാർ റൂട്ട് കയറി വരുമ്പോൾ കുറച്ചകത്തേക്ക് കയറി വരണം. നമ്മൾ താമസിച്ച ഒരു ഹോം സ്റ്റേയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരെ ഇവിടേക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കേവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അഡ്വഞ്ചറസ് ഇതുപോലെ കേവിൻ്റെ അകത്തേക്കൂടെ ഒരു 400 അര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. 2 കേവാണ്. 2 കേവും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന്. പോത്തങ്കാട് അടുത്തുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. ഒരു കേവ് ഉണ്ട്. ഒരു 300-400 മീറ്റർ അകത്തേക്കൂടെ കയറി വരണം. നല്ല ഇരുട്ടാണ്. ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അകത്ത്. അതുപോലെ തന്നെ നമുക്ക് മുകളിലൊരു അഡ്വഞ്ചറസ് ബൈസൈക്ലിംഗ് ഉണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് സീ ദാറ്റ്. സോ ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ഏകദേശം 200 മീറ്റർ കയറി ആ ഒരു കേവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത കേവിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. സോ ഇത് എൻഡ് ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റിലാണെന്ന് പറഞ്ഞ് ഗൈഡൊന്നും കൂടിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം.
നമ്മുടെ 2 കേവും ക്രോസ് ചെയ്തിട്ട് വരുന്നൊരു വ്യൂ പോയിന്റ് ആണ്. നല്ലൊരു വൈഡ് വ്യൂ ഉണ്ട്. ആ ഒരു ഏരിയ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. താഴെ അണ്ടർഗ്രൗണ്ട് കേവിൽ കൂടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ മേലെ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെയാണ് നമ്മുടെ സൈക്കിൾ ഉള്ളത്. ആ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് അവിടെ വരെ എയറിൽ ആ ഒരു കെട്ടിയിരിക്കുന്ന ആ ഒരു ഇരുമ്പ് റോപ്പിൽ കൂടെ സൈക്കിൾ ചവിട്ടിയിട്ട് തിരിച്ചു വരാം. ഫ്രണ്ട് പെഡലിംഗ്, ബാക്ക് പെഡലിംഗ്, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. സോ ഇതാണ് ടോട്ടൽ ആ ഒരു വ്യൂ പോയിന്റ്. സോ അപ്പോൾ ഈ ഒരു അഡ്വഞ്ചർ സ്പോട്ടാണ് ഇവിടെ. ഈ സൈക്കിൾ ഇങ്ങനെ തള്ളി വിട്ടാൽ നമ്മൾ ബാക്കിലോട്ട് പെഡൽ ചെയ്ത് അവിടം വരെ പോയിട്ട് തിരിച്ച് ഫ്രണ്ടിലോട്ട് പെഡൽ ചെയ്താൽ വരെ. സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗിയർ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇതിൽ കണക്റ്റഡ് ആണ്. സോ സൈക്കിൾ താഴേക്ക് പോയാലും നമ്മൾ താഴേക്ക് പോകില്ല. കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും, പക്ഷെ കാര്യം അടിപൊളിയാണ്, ഫണ്ടാണ്. നമ്മൾ 2-ാം മൈലിൽ നിന്നാണ് ഇപ്പോൾ ഒരു ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. ഒരു 5-6 സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഒരു 2,2.5K റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും പോയിട്ട് ബാക്കിയാണ്. സോ ഇത് ബിനിച്ചേട്ടൻ, നമ്മൾ ബിനിച്ചേട്ടൻ്റെ വണ്ടിക്കായിരുന്നു പോയിട്ട് വന്നത്. ഒരു 50 കിലോമീറ്റർ ടോട്ടൽ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു. ഒരു 6 വ്യൂ പോയിന്റ് അടക്കം കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സ്ഥലം
ഇത് നമ്മുടെ ചെറുത്താമുക്ക്. ചെകുത്താമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് വിളിച്ചാൽ മതി. തലേദിവസം വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് വിളിക്കുക. ഇതാണ് വണ്ടി, അടിപൊളി വണ്ടിയാണ്, അടിപൊളി റൈഡാണ്. നമ്പർ ഞാൻ എന്തായാലും താഴെ കൊടുക്കാം. നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഇതാ അവസാനിച്ചിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് തിരിച്ചിറങ്ങി അടിമാലിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. മൂന്നേൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള മഴയും പുഴയും മലയൊക്കെയുള്ള ഏതോ ഒരു പ്രാന്തപ്രദേശത്തിലാണ്. എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.